ഗിൽനെറ്റ് ബോട്ടിൽ നിന്ന് വന്ന് നേരെ നമ്മുടെ ട്രോളിംഗ് ബോട്ടിലിട്ടാ, അതും നമ്മുടെ പഴയ ആളുകളുടെ ഒപ്പം നമ്മുടെ സ്വന്തം ബീന ബോട്ടിലിട്ടാ നേരെ പോയിട്ട് ഒരു പൊളി അങ്ങോട്ട് പൊളിച്ചാലോ നമുക്ക്. വെളുപ്പിനെ 2 മണിയായപ്പോഴേക്കും ബോട്ടിൻ്റെ അടുത്ത് എത്തി. ഇത് ട്രോളിംഗ് ബോട്ടാണ് കേട്ടോ, നമ്മളെപ്പോഴും പോണ ബീന എന്ന് പറയുന്ന ബോട്ടാണ്. അങ്ങനെ എല്ലാവരും വന്ന് ഒരു 2:30 ആയപ്പോഴേക്കും കെട്ടഴിച്ച് നേരെ കടലിലേക്ക് കേട്ടോ. 11-12 പേരാണ്ട നിലവിൽ ഇപ്പം നമ്മുടെ ബോട്ടിനകത്ത് പണിക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ലീവാണ്. മാലിങ്കര പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകണേന് ഈ കാണുന്ന വെള്ളയേറ്റമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ചില ബോട്ടുകളിലെ സുനാമി ആ പാലത്തിൻ്റെ അടിയിൽ മുട്ടയും മുരയും അവിടെ ബോട്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോട്ട് ഇപ്പോൾ മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഒട്ടുമിക്ക വലിയ ബോട്ടുകളും പാലത്തിൻ്റെ അങ്ങോട്ട് സുനാമി കമത്തിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ബോട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുനാമി കമത്തിയിട്ടാണ് പോകുന്നത്. അഴീക്കോട് മോനപ്പം പാലോണി കാണുന്ന 70-80% പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ആശങ്കയുണ്ട്, വലിയ ബോട്ടുകളുടെ കൊമ്പും അതുപോലെ ഈ സുനാമി എല്ലാം പാലത്തിൻ്റെ അടിയിൽ മുട്ടുമെന്നുള്ളത് കേട്ടോ. അങ്ങനെ കടലിലേക്ക് ഇറങ്ങി ചെറിയൊരു കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയോ നല്ല മഴ പെയ്യുന്നുണ്ട്. കരയിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് ഏകദേശം ഒരു 20 നോട്ടിക്കൽ 25 നോട്ടിക്കൽ ചിലപ്പോൾ 15 നോട്ടിക്കലൊക്കെ ഓട്ടം ഉണ്ടാകും. ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെ വലയിടേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ബോർഡ്, ഗ്യാലൗസ്, ഫ്ലോട്ടെല്ലാം കിട്ടി സെറ്റ് ചെയ്ത് വെക്കോട്ടെ. ആദ്യം തന്നെ നമ്മൾ കടലിലേക്ക് വലയിടും. വല ഇളക്കിയിട്ട് അതിനുശേഷം റോപ്പ് ഇളക്കി വിടും. സീ റോപ്പ് കുറച്ചുണ്ടാവും. ആ സീ റോപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോർഡ് പോവും. ബോർഡ് ഷാക്കിളിലേക്ക് കണക്ഷൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വയർ റോപ്പിലേക്കാണ് പോകുന്നത്. വയർ റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ റോപ്പ്. ഇപ്പോൾ ഈ കാണുന്ന വയർ റോപ്പല്ല, നോർമൽ റോപ്പാണ്. അതിന് സീ റോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സീ റോപ്പ് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ വയർ റോപ്പ് തന്നെ. വയർ റോപ്പ് നേരെ നമ്മുടെ അതാ ഒരു ഷാക്കിൾ പോയിട്ട് നേരെ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കും. ഈ ബോർഡ് എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ ബോർഡാണ്. ഒരു ബോർഡിൻ്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150-150 കിലോ വരെ വരും. ആമ ബോർഡ് ഉണ്ട്, അങ്ങനെ പല പല ടൈപ്പ് ബോർഡുകളുണ്ട് കേട്ടോ. സീ റോപ്പ് ഇറക്കി കഴിഞ്ഞ് ബോർഡിൽ ഷാക്കിളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ വയർ റോപ്പ് ഇറക്കി വിടേണ്ട ചെയ്യണത്. ഇപ്പം തന്നെ ബോട്ടും വലയൊക്കെ ആയിട്ട് ഒരു കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും കേട്ടോ. അതായത് ഏകദേശം ഒരു 10-250 മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പോൾ കടലിൻ്റെ ആഴം അനുസരിച്ചൊക്കെ ആയിരിക്കുള്ളൂ നമ്മൾ വയർ റോപ്പ് ഇറക്കി കടലിലേക്ക് വിടുന്നത്. ഇപ്പം നമ്മളിപ്പം നിലവിൽ വലിക്കണ കടലിൻ്റെ ആഴമെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഭാഗം വെള്ളമാണ്. 18 ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ആളുകൾ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ഹൈറ്റാണ് 18 ഭാഗം. കാരണം അതിലേക്ക് കൂടുതലും ഡീപ് സീയിലേക്ക് പോകില്ല, കരഭാഗത്ത് തന്നെ ഉണ്ടാവുള്ളൂ. വലിയ ബോട്ടുകൾക്ക് ഒരു കാരണവശാലും കരഭാഗത്ത് പോയി വലിക്കാനായിട്ടുള്ള ഉദ്ദേശമൊന്നുമില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ തുക തന്നെ പിഴടക്കേണ്ടി വരും. കാരണം ഒരുപാട് ചെറുമീനുകളുടെ ആവാസവ്യവസ്ഥയൊക്കെ നശിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ കരഭാഗത്തേക്ക് അധികം വലിയ ബോട്ടുകൾ പോകില്ല. അങ്ങനെ വലിയിട്ട് സീ റോപ്പ് ഇറക്കി, ബോർഡ് ഇറക്കി, വയർ റോപ്പ് ഇറക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയുണ്ട്. ഈ കാണുന്നത് ഈ യെല്ലോ കളറുള്ള മാർക്കിംഗ് ഉണ്ട്. അത് ഓരോ ഭാഗമായിട്ട് നമ്മിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സ്ട്രാങ് ഇത്ര ഭാഗം റോപ്പ് ഇറക്കാൻ പറയുമ്പോൾ നമ്മൾ ആ മാർക്കിംഗ് നോക്കിയാണ്ട് ഇറക്കി വിടണം. അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് ബോട്ട് വല വലിച്ചുകൊണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം നമ്മൾ വല വലിക്കൂട. സ്പീഡ് പണിയാണ്. സ്പീഡ് പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ തള്ളി വെച്ചിട്ടുള്ള പണിയായിരിക്കുള്ളൂ. സ്ലോ പണിയുണ്ട്, സ്ലോയിലായിരിക്കുള്ളൂ വലിച്ചു തന്നെ. സ്പീഡ് പണിയിൽ നമുക്ക് നല്ല നല്ല മീനുകളായിരിക്കും കിട്ടുന്നത്. ഈ ബോട്ടിലൊരു പ്രത്യേകതയാണ്, രാവിലെ ഒരു 6 മണി 6:15 രാവിലത്തെ ചോറ് നമ്മൾ കഴിക്കോട്ടെ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചരക്ക് കൊടുത്തപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന നെയ്മീനാണ്. സമയം ഇപ്പോൾ 5-5:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ വല പിടിക്കുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ കറിക്ക് മീൻ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ. അത് മാത്രമല്ല ഈ ബോട്ടിൽ എല്ലാ ദിവസവും പുഴുങ്ങിയ മുട്ടയും കിട്ടും കേട്ടോ, കോഴിമുട്ട. പിന്നെ ചെറിയൊരു കട്ടൻ ചായ എല്ലാം തിളപ്പിച്ച് രാവിലത്തെ ആ ഒരു ഉറക്ക ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറ്റിയാണ്. പിന്നെ ബേക്കറി സാധനങ്ങളായിട്ട് കടിക്കാനായിട്ട്. കാണുന്നവർ ചിലപ്പോൾ ചിന്തിക്കായിരിക്കാം, നീയൊക്കെ തിന്നാനാണ് അല്ലെങ്കിൽ പണിയെടുക്കാനാണ് പോണേന്ന്. പണിയെടുക്കണതിൻ്റെ ഒപ്പം നല്ലോണം ഭക്ഷണവും കഴിക്കോട്ടെ. കാരണം കരയിൽ നിൽക്കണ പോലെയല്ല, കടലിൽ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് വിശപ്പ് കൂടുതലായിരിക്കുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ മീനെല്ലാം വെട്ടി ഇവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെതമ്പലെല്ലാം കളഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക മീനും തീ പിടിച്ച വിലയാണ് ഇപ്പോൾ കരയിൽ. പക്ഷെ കടലിൽ വരാൻ നേരത്ത് അയ്യോ അത് അത്രയും വിലയുടെ മീനാണെന്നും പറഞ്ഞ് മാറ്റി വെക്കില്ല. ആ മീൻ ടേസ്റ്റ് ഉണ്ടോയെന്നേ നമ്മൾ നോക്കോട്ടെ. ടേസ്റ്റുള്ള മീനാണെന്നുണ്ടെങ്കിൽ അത് വില ഒന്നും നോക്കാണ്ട് തന്നെ നമ്മൾ കറിക്കെടുക്കോട്ടെ. പുഞ്ഞാര, അതുപോലെ തന്നെ നെയ്മീൻ, പിന്നെ മാച്ചാൻ, അങ്ങനത്തെ മീനുകളാണ് മെയിനായിട്ട് നമ്മൾ ഈ സ്പീഡ് പണിക്ക് ഒരു ബാഗ് കിട്ടാറുള്ളത്. പുഞ്ഞാര അങ്ങനെ കിട്ടൽ കുറവാണ്. മാച്ചാനും ആവൂലേക്ക് കിട്ടാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ തകർക്കുക. അങ്ങനെ ഉപ്പുവെള്ളത്തിൽ കഴുകി, അത് കഴിഞ്ഞത് നൻവെള്ളത്തിൽ കഴുകി. അപ്പോഴേക്കും പയ്യെ വെട്ടം ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. ചെറിയൊരു മഴക്കാരുണ്ട്.
കടലിൽ കാറ്റുണ്ട്, പക്ഷേ ചില സമയങ്ങളിലുള്ള പോലത്തെ ആ ഒരു തണുപ്പൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും ചൂടുണ്ട്, കരേനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് സുഖമാണ്. പക്ഷെ ചില സമയങ്ങളിൽ കാറ്റില്ലാത്ത ടൈം വരും. അതൊക്കെ ആ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, വീൽ ഹൗസിലിരിക്കാൻ പറ്റൂല, വെയിലായിട്ട് പുറത്തിറങ്ങാനും പറ്റൂല. കാരണം ഈ ഫൈബറൊക്കെ ചൂടായി കിടക്കിയിരിക്കുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളിൽ നമുക്ക് വല എടുത്തു കഴിഞ്ഞാൽ പിന്നെ വല പിടിക്കണവരെ റെസ്റ്റ് ഉണ്ട്. ഇതാണ് വീൽ ഹൗസ് ബോട്ടിൻ്റെ. വീൽ ഹൗസിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നത്. 4 സൈഡിലും വിൻഡോസ് എല്ലാം ഓപ്പൺ ആയിരിക്കുള്ളൂ. നല്ല രസമുണ്ട് ഇവിടെ കടലും കണ്ടിങ്ങനെ കിടക്കാനായിട്ട്. സ്രാങ്ക് മാത്രമേ ഒഴിക്കുള്ളൂ സ്റ്റീറിങ്ങിൽ എണീറ്റിക്കണം ആ ഒരു സമയത്തിട്ട്. ബാക്കി എല്ലാവരും റെസ്റ്റ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിനിമ ആണ്, ഉറങ്ങാം, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. വിൽസണിലെയും കിച്ചണിലേക്ക് എത്തി നല്ല അടിപൊളി നെയ്മീൻ കറി വെക്കാനായിട്ടാ. അളിയൻ്റെ കറി കൂട്ടിയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇന്നൊരു പൊളി പൊളിക്കാം നമുക്ക്. കടലിൽ പോകുമ്പോൾ മൊബൈൽ ഫോണിന് റേഞ്ച് കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല. അപ്പം നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയർലെസ്സും സീ ഫോണൊക്കെയാണ്. സീ ഫോണിലൂടെ സ്രാങ്ക് മറ്റുള്ള ബോട്ടിൽ വിളിച്ചിട്ട് മീനിൻ്റെ തിരിവും ലഭ്യതയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാല എല്ലാം റെഡിയാക്കി കുറച്ച് വാളംപുളി വെള്ളവും ഒഴിച്ച് പിന്നെ വെട്ടി വെച്ചിരുന്ന നമ്മുടെ നെയ്മീൻ കുട്ടന്മാർ അങ്ങോട്ട് ആ ഒരു ചാറിലേക്ക് മുക്കി കുതിർത്തിടേണ്ട. ഏകദേശം ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റോളം വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്മീൻ കറി റെഡി. സാധാരണ വെക്കണേലും കുറച്ച് കളർ വ്യത്യാസമൊക്കെ ഒന്നുണ്ട്. എനിക്ക് തോന്നുന്നു എരിവ് കുറച്ചിട്ടുണ്ടെന്നുണ്ട്. എനിക്കറിയില്ല, കുറേ നാളെത്തിയാണ് ഇപ്പോൾ ഈ ബോട്ടിൽ വന്നേക്കണത്. ഗിൽനെറ്റ് ബോട്ടിലായിരുന്നല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ കറി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയാട്ടെ. രാവിലെ ഒരു 6 മണി 6:15 നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുമിച്ചാണ്ട ഇവിടെ ചോറ് വിളമ്പണ്. അപ്പോൾ നോക്കി, നല്ല അടിപൊളി ചോറും നെയ്മീൻ കറിയും. 4 പീസുണ്ട്, 2 പീസായിട്ട് ഈ മാച്ചാൻ മാർക്കൻ തന്നെയാണ് തിന്നാറ്. ഭയങ്കരമാണ്. കുഞ്ഞച്ചൻ ചേട്ടനെ നിങ്ങൾ മറന്നു കാണാനായിട്ട് സാധ്യതയില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ബോട്ടിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കേണ്ട രാവിലത്തെ ഫുഡ്. ഒരു 7:55 ആകുമ്പോഴേക്കും 8 മണിക്ക് മുന്നേ ഞങ്ങൾ വല പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും സ്രാങ്ക് ഹോൺ അടിച്ച് വല പിടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ റോപ്പ് വീഞ്ചി കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട് ഈ കാണുന്ന. ഒരു വീഞ്ചിൻ്റെ ഒരു സാധാരണ ബോട്ടുകളിൽ എഞ്ചിൻ പെട്ടിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് വരാറുള്ളത്. പക്ഷെ നമ്മുടെ ബോട്ടിൽ വീൽ ഹൗസിൻ്റെ ഉള്ളിൽ സ്രാങ്ക് കണ്ട് അത് കൺട്രോൾ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബോർഡ് 2 സൈഡിലും കയറി വരേണ്ട. ഈ ബോർഡിന് നേരെ ഗ്യാൽ ഹൗസിൽ റോപ്പിൽ നമ്മൾ കെട്ടി നിർത്തും. ബോർഡ് അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നേരെ സീ റോപ്പ് വീഞ്ചി എടുക്കും. വീഞ്ചിൽ സീ റോപ്പ് എടുക്കുന്നതിന് മുമ്പേ ബോർഡ് കയറി കഴിയുമ്പോൾ ബോട്ടൊന്ന് പയ്യൊന്ന് ഓടിക്കോട്ടെ, കാരണം ആ വലനൊന്ന് പൊക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സീ റോപ്പ് കയറ്റും. സീ റോപ്പ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഞ്ചാണെന്ന് പറയട്ടെ. വീഞ്ച് കടലിലേക്ക് വല ഇറക്കാനായിട്ട് ഒരു 90% പങ്ക് വഹിക്കേണ്ട. ലോഡ് വരുമ്പോൾ വീഞ്ചിലായിരിക്കുള്ളൂ തന്നെ. അതുപോലെ മാസ്റ്ററിനകത്തും പിന്നെ വല കയറ്റാൻ നേരത്തും വീഞ്ചിൽ തന്നെയുണ്ട് ലോഡ് തന്നെ. ഇനിയിപ്പോൾ വല വലിച്ചുകൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഉടക്ക് പറ്റിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോണതും ഈ വീഞ്ചിൻ്റെ റോപ്പ്, വയർ റോപ്പ് തന്നെയാണ് ഈ പൊട്ടിപ്പോണത്. അങ്ങനെ സീ റോപ്പ് കയറിക്കൊണ്ടിരിക്കേണ്ട. വല പിടിക്കാൻ നേരത്ത് നമ്മുടെ ബോട്ട് ഗിയറിലൊന്നും ഇടില്ല, ന്യൂട്രലായിരിക്കും കൊണ്ടുവരുന്നത്. വീഞ്ചിൽ ലോഡ് വരുമ്പോൾ വീഞ്ച് ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ബോട്ട് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതേസമയം ചില സമയങ്ങളിൽ പാറയുടെ മുകളിൽ വലിക്കുമ്പോൾ നമ്മൾ പയ്യെ ഗിയറൊന്നും തള്ളിച്ചിടും. കാരണം ഗിയറിലിട്ടിട്ടായിരിക്കുള്ളൂ വീഞ്ചിൽ വല വലിച്ചു തരുന്നത്. ഇതിപ്പോൾ കണ്ട ബോട്ട് ബാക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോപ്പ് നമ്മൾ കയറി വരും തോറും നമ്മളിട്ട് എല്ലാ സാധനങ്ങളും വീഞ്ചിൽ പൊക്കിയെടുത്ത് ബോട്ടിലേക്ക് കയറ്റി വെക്കാനായിട്ട് പറ്റില്ലട്ടാ. വലയുടെ സ്റ്റാർട്ടിങ് വരെ നമുക്ക് വീഞ്ചിലേക്ക് എടുക്കുക. അതേ തന്നെയുണ്ട. ബാക്കി ഫ്ലോട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ കൈക്ക് വലിച്ചു തന്നെ എടുക്കണോട്ടോ. അത് ഈ ഒരു സ്റ്റാർട്ടിങ് വരെ വീഞ്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. കണ്ടാ. അതിനുശേഷം നമ്മൾ ഇതുപോലെ കൈക്ക് വലിച്ച് വേണോട്ടാ വല കയറ്റാനായിട്ട്. 2 സൈഡിലും മട പിടിക്കണം. അതുപോലെ പല പണികളുണ്ട്. ഇത് കാണാൻ നേരത്ത് നമുക്ക് ശരിക്കും സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിപ്പോഴത്തെ കാലാവസ്ഥ വളരെ അനുകൂലമായിട്ട് കിടക്കണതിൻ്റെ പേരിൽ സിമ്പിളായിട്ട് തോന്നണേണ്ട. പൊരിഞ്ഞ വെയിലത്തും പെരുമഴയത്തും കാറ്റും കോളുള്ളപ്പോഴേക്ക് ഇവിടെ അതിങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുള്ളൂ. ആ സമയത്തും നമ്മൾ സ്രാങ്ക് വല പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല പിടിച്ച് നമുക്ക് കയറ്റിക്കോളണം കേട്ടോ ബോട്ടിലേക്ക്. ഇത് നോക്കി, ഒരു ചെറിയൊരു കൂഞ്ഞൻ ഡോൾഫിൻ അല്ലെങ്കിൽ ഹംപാക്ക് ഡോൾഫിൻ എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് നിന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വലയൊക്കെ ചെറു മീനുകളെ കഴിക്കാനായിട്ട് വന്നേക്കാണ്. ഇതേ ഒരു ഒക്ടോപ്പസ് പിന്നെ 2 ശീലാവൊക്കെ കുത്തി ആദ്യമേ വന്നിട്ടുണ്ട്. ഈ വലയുടെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വലിയ കണ്ണികളായിരിക്കുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകും തോറും വലിപ്പം കുറഞ്ഞ് ഏറ്റവും ചെറിയ കണ്ണികളിലായിരിക്കുള്ളൂ മീൻ ഉണ്ടാവുന്നത്. അതിനാണ് നമ്മുടെ ആ ഒരു എൻഡ് അല്ലെങ്കിൽ കോഡൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂട് വലി എന്ന് പറയുന്നത്. കപ്പിയിൽ കൊളുത്തി നമ്മുടെ കോഡൻ്റ് ബോട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കോഡൻ്റ് അല്ലെങ്കിൽ മൂട് വലയുടെ ഉള്ളിൽ നിറച്ച് മീനാണ്ട. ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നേട്ടാ. അപ്പോൾ ഇതെങ്ങനെ ബോട്ടിലേക്ക് വീഴ്ത്തുമെന്ന് വെച്ചാൽ അടിയിലൊരു ഊരാക്കെടുക്കുന്നുണ്ട്, മൂഡ് റോപ്പ് എന്ന് പറയും. അത് വലിച്ചത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കാൻ നേരത്ത് നമ്മുടെ വല തുറന്ന് എല്ലാ മീനും ബോട്ടിലേക്ക് വീണ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോട്ടാ. ഇതുപോലെയാണ് നമ്മൾ കടലിൽ പോയി മീൻ പിടിച്ചിട്ടുണ്ടെന്ന്.
മീൻ കിടന്ന് പിടക്കലൊക്കെ എല്ലാ മീനുകൾക്കും ജീവനുണ്ട്. കാരണം സ്പീഡ് പണിയുടെ ഒരു പ്രത്യേകത ആണ്, എല്ലാ മീനുകൾക്കും ജീവൻ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും കിട്ടിയേക്കണത് ഊളാവ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ അയില കിട്ടിയിട്ടുണ്ട്, വറ്റ കിട്ടിയിട്ടുണ്ട്, ചെമ്മീനുണ്ട്, പല വെറൈറ്റി മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതിനെല്ലാം ഓരോന്നിനെയും തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കലാണ്ട. കൂട്ടത്തിൽ കാരിയും കയറിയിട്ടുണ്ട്. കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം മുള്ളുള്ള മീനാണ്. ആ മുള്ള് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുകഴിഞ്ഞാൽ നല്ല കട്ടപ്പരിക്കുള്ള തലേക്ക് ഇങ്ങനെ പെരുത്ത് കയറോട്ടെ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അതിനെ നമ്മൾ തിരിയാൻ നേരത്ത് സൂക്ഷിക്കണം. ഇത് ഇടയിലൊക്കെ ഉണ്ടാവും. നമ്മൾ പൊട്ടിച്ചിടാൻ നേരത്ത് എന്തൊക്കെ സാധനങ്ങളാണ് മീനിൻ്റെ ഇടയിൽ ഉണ്ടാവണമെന്ന് അറിയില്ല. അതുപോലെ കണ്ട ഒരു മീനെ കടിച്ച് നശിപ്പിച്ച് കളഞ്ഞു, ഒരു നെയ്മീൻ്റെ കുഞ്ഞിനെ. അങ്ങനെ പല സാധനങ്ങളുണ്ടാവട്ടെ. അത് നമ്മൾ തിരിയാൻ നേരത്ത് സൂക്ഷിച്ചാണ് ഇതിനകത്ത് നിൽക്കാനായിട്ട്. പാമ്പുണ്ടാവും ഇടയിൽ, അങ്ങനെ പല സാധനങ്ങളുണ്ടാവട്ടെ. അങ്ങനത്തെ എല്ലാ മീനെയും നമ്മൾ ഓരോരുത്തരായിട്ട് തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കി വെക്കണം ഈ കാണുന്നത്. ടൈഗർ ഉണ്ടാ, ടൈഗർ ചെമ്മീൻ കിടന്ന് ഓടാൻ നോക്കണേണ് അവൻ. ആദ്യത്തെ വലയിട്ട് കുറഞ്ഞ മീൻ കിട്ടിയതിൻ്റെ പേരിൽ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് വലയിടാനായിട്ട് ഓടിയാണ്. അപ്പോൾ അതേ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഷിപ്പ് പോകേണ്ടി കാണണം. നമ്മൾ കൊച്ചി ഭാഗത്തൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. സ്രാങ്ക് അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകുമ്പോഴേക്കും ചേട്ടന്മാരെല്ലാവരും തിരിഞ്ഞ് എല്ലാ മീനെയും സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് സ്റ്റോർ റൂമിലേക്ക് പോയി സ്റ്റോർ ചെയ്യണം. കുറഞ്ഞ കൂന്തലും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വലയെടുത്തപ്പോൾ ചെറിയ ഓട്ടകൾ ഉണ്ടായിരുന്നു. കാരണം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുടക്കി കീറി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വലപ്പണിക്കാർ ബോട്ടിലുള്ളതിൻ്റെ പേരിൽ അവരടുത്ത വലയിടുന്നതിന് മുമ്പ് അതെല്ലാം സെറ്റ് ചെയ്യും. ഇനിയിപ്പോൾ വലിയ ഉടക്കളി കൊണ്ട് ആ വല നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്പെയർ വല എടുക്കും. ഇപ്പോൾ ഓരോ പണിക്കും ഓരോ വലയാണ് യൂസ് ചെയ്യണം. ആ ഓരോ വലകൾക്കും സ്പെയർ വലകളും ഉണ്ടാവട്ടെ. ഓരോ മീനുകളെയും തിരിഞ്ഞ് ബോക്സിലാക്കിയതിന് ശേഷം നേരെ വലിച്ച് ബോട്ടിൻ്റെ മുൻഭാഗത്തേക്ക് അണിയത്തേക്ക് കൊണ്ടുപോകണതാണ്. നമ്മുടെ സ്റ്റോർ റൂം തന്നെ ബോട്ടിൻ്റെ അണിയത്താണ്. ഇപ്പോൾ ഒരു ഹോൺ അടിച്ച് കേട്ടില്ലേ, അത് വേറെ വണ്ടികൾ വന്നല്ല കേട്ടോ. ബോട്ടിൽ ഹോണുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ നേരത്തൊക്കെ വല പിടിക്കാനായിട്ടുള്ള ഒരു സിഗ്നലാണ്. വല ഇടാനും പിടിക്കാനായിട്ടൊക്കെ ഉള്ള സിഗ്നലാണ് ഈ ഹോൺ. അപ്പോൾ ഈ ഹോണുമ്പോൾ നിൽക്കാൻ നേരത്ത് നമുക്കൊന്നില്ലെങ്കിൽ വല പിടിക്കാനാണ് അല്ലെങ്കിൽ വല ഇടാനായിട്ടാണെന്നുള്ളത് അറിയാൻ പറ്റും. അടുത്ത വല നമ്മൾ നേരെ കടലിലേക്ക് തട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വല എടുക്കുള്ളൂ. സമയം ഇപ്പോൾ ഒരു 9 മണിയായിട്ട്. മുന്നേ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ് വല പിടിക്കാനും അതുപോലെ വല ഇടാനെല്ലാം ഉപയോഗിക്കുന്നത്. ഇനി പിടിച്ച മീനുകളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടല്ല. മുകളിൽ നിന്നിട്ട് 2 പേര് ഇതുപോലെ ഓരോരോ ബോക്സുകളാക്കിയിട്ട് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി കൊടുക്കും. മുകളിൽ നല്ല ചൂടുള്ളതിൻ്റെ പേരിൽ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങാൻ നേരത്ത് നല്ല AC കയറിയ ഒരു ഫീലാണ്. കാരണം ഫുള്ളിങ്ങനെ എയർ ടൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഐസുള്ളതിൻ്റെ പേരിൽ നല്ല തണുപ്പാണ്. അപ്പം 3-4 പേരുണ്ടാവും. അപ്പോൾ സ്റ്റോറിൽ ഇപ്പോൾ ഒരാൾ ഐസിനെ കട്ടയായിരിക്കുള്ള ഐസിനെ കട്ടയാക്കിയത് പൊട്ടിച്ച് ഇങ്ങനത്തെ ചെറിയ പൊടിയാക്കും. കാരണം അയില പോലത്തെ മീൻ സ്റ്റോർ ചെയ്യാൻ നേരത്ത് നമ്മൾ ബോക്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അയില പോലെയുള്ള മീനുകൾ എപ്പോഴും നമ്മൾ ബോക്സിലാണ് സ്റ്റോർ ചെയ്യണം. കാരണം ഇതിൻ്റെ ആ ഒരു തിളക്കം കണ്ടില്ലേ, ആ ഒരു തിളക്കത്തോടെ തന്നെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വിൽക്കാൻ നേരത്ത് അല്ലെങ്കിൽ വില കിട്ടില്ല, നമുക്ക് ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ. ആ ഗ്ലേസിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബോട്ടിൽ വെച്ച് നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യാറ്. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യുമില്ല. കടലിലെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമുള്ള പണിയാണ്. കടലിൽ പോയി മീൻ പിടിച്ച് ഹാർബറിൽ എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ പണി. അത് പല വ്യക്തികളിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തണേട്ടാ. പിന്നെ സ്റ്റോർ റൂമിന്റെ പ്രത്യേകത പഫ് ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോർ റൂം ആയിരിക്കുള്ളൂ ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അല്ലാതെ യാതൊരു രീതിയിലുള്ള കെമിക്കൽസും ഞാൻ ഇന്നേ വരെയും ബോട്ടിൽ പോയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പല ബോട്ടുകളിലും പല ആളുകളുടെ ഒപ്പം പോയിട്ടും കണ്ടിട്ടില്ല. അങ്ങനത്തെ സ്റ്റോർ റൂമൊക്കെ അടച്ച് നമ്മുടെ കുടിവെള്ളം ഉണ്ടായിരുന്ന ഓരോ ക്യാനായിട്ട് നമ്മുടെ സ്റ്റോറിലേക്ക് ഇറക്കി വെച്ചത്. ഇനിയിപ്പോൾ വല പിടിക്കുന്ന സമയം വരെ നമുക്ക് റെസ്റ്റാണ്, സിനിമ കാണാം അല്ലെങ്കിൽ കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ വലപ്പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അതെ നല്ല മഴക്കാരമൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ആദ്യത്തെ വലയിൽ കിട്ടിയ അയിലയും അതുപോലെ വറ്റയൊക്കെ എടുത്ത് വറക്കാനായിട്ടുള്ള കാര്യങ്ങളിലൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട നമ്മുടെ ആൻറ്റിച്ചേനും വിൽസനളിയുന്നത്. ഇത് നോക്കി നന്നായിട്ട് ക്ലീനാക്കി വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്, അയലയാണോ വറ്റയാണോ? ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.
കടലിൽ മഴ പെയ്യണതായിട്ട് നല്ല രസമുണ്ട്. അങ്ങ് ദൂരേന്നേ മഴക്കാരിങ്ങനെ ഇരുണ്ട് കുത്തി ഇങ്ങനെ വരും. അതിൽ ചില ഇടങ്ങളിൽ മാത്രം മഴ പെയ്യും, ചില സ്ഥലങ്ങളിൽ പെയ്യില്ല. അങ്ങനത്തെ മീൻ ഇവിടെ വെട്ടിക്കണ്ടിച്ച് നല്ല ക്ലീനാക്കി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്, കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മഴ പെയ്ത് തുടങ്ങിയിട്ടാ. മഴ പെയ്താലും കുറച്ച് നേരത്തേക്കുള്ളൂ നമുക്ക് കാണാൻ പറ്റും അപ്പുറം പെയ്യും. നമ്മുടെ ബോട്ടിൻ്റെ വാട്ടർ പമ്പിലൂടെ തന്നെ ഉപ്പുവെള്ളത്തിൽ കഴുകി അതിനുശേഷം നൻവെള്ളത്തിലും കൂടി ഒന്ന് നന്നായിട്ട് കഴുകിക്കൊണ്ടിരിക്കേണ്ട. ആഹാ, മുടുക്കന്മാരായി. ഇനിയൊന്നുമില്ല, മസാല വരട്ടി നേരെ വറക്കുക. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, ഇത്രയുള്ളൂ. അധികം ആഡംബരമില്ലാത്ത മസാലയാണ്. പിന്നെ മീൻ നല്ല പക്ക ഫ്രഷ് മീനാണ്, അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കടലിൽ നിന്ന് പിടിച്ച ഫ്രഷ് മീൻ കഴിക്കാനൊരു അവസരം കിട്ടുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ പറയണ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞപ്പോൾ 3 കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകളാണ്ട ഒരുമിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട. എന്തോ പരിപാടി അല്ലെങ്കിൽ വല്ല ട്രെയിൽ റൺ എന്തെങ്കിലുമൊക്കെ ഇരിക്കുള്ളൂ, എന്താണെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് കടലിൽ വെച്ച് 3 എണ്ണം ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിന്. സമയം ഉച്ചയായിട്ടില്ലട്ടാ. ആദ്യമേ തന്നെ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം ഇവിടെ റെഡിയാക്കി വെച്ചാണ്. രാവിലെ ചോറിടാൻ നേരത്ത് ഉച്ചക്കലത്തേക്കുള്ള ചോറും കൂടി ചേർത്താണ് ഇടുന്നത്. പിന്നെ കറി മാത്രം വെച്ചാൽ മതിയല്ലോ. 12:30 മണിയായപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ സെറ്റ് വല വലിക്കാനായിട്ട് തുടങ്ങിയത്. അയിലയും പറ്റേക്ക് ഇവിടെ വറുത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ കിച്ചണിൽ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ വയർ റോപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബോർഡ് കയറും, പിന്നെ നമ്മുടെ സീ റോപ്പ് കയറും. അങ്ങനെയാണ് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെയുണ്ട് നമ്മുടെ വല വീണ്ടും വീണ്ടും കയറ്റണതും ഇറക്കണതെല്ലാം ഒരേ മെത്തേഡ് തന്നെ. നമ്മുടെ ബോർഡ് കയറുന്ന സമയമായി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കടൽപ്പന്നിയില്ലേ, കടൽപ്പന്നി എന്ന് പറയും ഇതിനെ. ശരിക്കും കൂനൻ ഡോൾഫിൻ അല്ലെങ്കിൽ ഹംപാക്ക് ഡോൾഫിൻ എന്ന് പറയും കേട്ടോ. അതാണ് വീണ്ടും വന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വല കീറോട്ടവൻ ചെറുമീനുകളെ തിന്നാനായിട്ട് തന്നെയാണ്. വള്ളക്കാരുടെ ഒരു മെയിൻ തലവേനയാണ് അവൻ, വല കീറിക്കളയും. അങ്ങനെ രണ്ടാമത് നമ്മൾ വലയിട്ട് ഇതേ കോടൻ്റെ കയറിക്കൊണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്ന. ഈ ചരക്ക് പൊട്ടിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇതിൽ എന്തൊക്കെ മീനാണ് നമുക്ക് ഉള്ളത്. ഉളാവിനും മറ്റക്കും വേണ്ടിയാണ് നമ്മൾ വല വീശിയെങ്കിലും പക്ഷെ അത് കയറിയില്ല കേട്ടാ. അപ്പോൾ അതേ ഒരു ഓലക്കൊടിയൻ ഉണ്ടായിട്ടില്ലേ, ഗിൽനെറ്റിൽ പോകുമ്പോൾ എപ്പോഴും കിട്ടുന്ന ഒരു മീനാണ് കണ്ട, ഓലക്കൊടിയൻ. സെയിൽ ഫിഷ് എന്ന് പറയും. ഇതിനകത്ത് നമുക്ക് കുറച്ച് കൂന്തൽ അധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ അറക്കക്കുഞ്ഞ്, വറ്റ, ശീലാവ്, ഉളാവ് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. 1, 2, 3 എണ്ണമൊക്കെ വന്നിട്ടുള്ളൂ. ചൂട എന്ന് പറയണ മീൻ കയറുന്നുണ്ട് കേട്ടോ. ചൂട ഈ വള്ളക്കാർക്ക് കിട്ടണത് നമ്മുടെ ഈ പറഞ്ഞ കൊഴുവ പോലെ ഇരിക്കും. ചൂട വ്യത്യാസമുണ്ട് പക്ഷേ കണ്ട, ചൂട കയറുന്നുണ്ട്. പിന്നെ കടലിലെ പണി എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. എല്ലാ വലയിലും നമുക്ക് മീൻ കിട്ടില്ല കേട്ടോ. ചില സമയങ്ങളിൽ കിട്ടും, ചില സമയങ്ങളിൽ കിട്ടില്ല, ചില സമയങ്ങളിൽ പ്രതീക്ഷയിലും കൂടുതൽ കിട്ടും കേട്ടോ. അങ്ങനെയാണ് കടലിലെ പണി. അങ്ങനെ അടുത്ത വലതെ കടലിലേക്ക് തട്ടിയിട്ടുണ്ട്. ഒരു ദിവസം 4 വലയിടും. രാത്രി 8 മണിയാകുമ്പോൾ അവസാനത്തെ വല പിടിച്ച് ആങ്കർ കടലിലേക്ക് ഇടും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം വെളുപ്പിന് 5 മണിക്കേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചപ്പോൾ 2 മണിയായി. മോര് കാച്ചിയതും അതുപോലെ നല്ല അടിപൊളി അയില വറുത്തതും വറ്റ വറുത്തതൊക്കെ ഉണ്ട് ഇന്ന് കഴിക്കാനായിട്ടുള്ളത്. ഇതെല്ലാവർക്കും ചോറ് വിളമ്പി അതിനകത്തേക്ക് മോര് കാച്ചി അതൊക്കെ ഒഴിച്ചെടുത്ത് മീൻ വറുത്ത് ഇട്ട് കൊടുക്കണേണ്ടി ഈ കാണുന്ന. ഈ ബോട്ടിൽ ചോറ് വിളമ്പാൻ നേരത്ത് എല്ലാവർക്കും ഒരുമിച്ചാണ്ട കഴിക്കാനായിട്ട് വിളമ്പണത്. പക്ഷേ ഗിൽനെറ്റ് ബോട്ടിൽ അങ്ങനെയല്ല. പണിത്തിരക്കായതിൻ്റെ പേരിൽ ഓരോരുത്തരും മാറി മാറി വന്നാണ്ട ഭക്ഷണം കഴിച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം വിളമ്പി വെക്കും. അപ്പോൾ അയിലയും വറ്റയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല മോര് കാച്ചി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ട മീൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അയില വറുത്താണോ അല്ലെങ്കിൽ വറ്റ വറുത്താണോ എന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ബോട്ടിലിരുന്ന് ഇങ്ങനെ ചോറും മീൻ വറുത്തൊക്കെ കഴിക്കാനായിട്ടുണ്ടല്ലോ, അടിപൊളി വൈബാണ്. ഇത്രയും മീൻ കിട്ടിയിട്ട് ഒരു കഷ്ണം മീനാണ് എല്ലാവരും കൊടുത്തതെന്ന് ചിന്തിക്കല്ലേ. എല്ലാ ദിവസവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീനാണ്. അപ്പോൾ ഒരു കഷ്ണം മീനാണെങ്കിലും നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഉച്ചക്കലത്തേക്കുള്ള മോര് കാച്ചിയതും അയില വറുത്തതും, ഞാനെടുത്ത അയിലുണ്ട്. അയിലത്തല അളിയനും കൊടുക്കരുതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയണവർ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാട്ടാ. ഇപ്പം നമ്മൾ വല വലിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ചുറ്റുവട്ടത്തുള്ള കപ്പലുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1, 2, 3 കപ്പൽ, 3, 4 കപ്പലോളം നമ്മുടെ ഈ ഒരു വല വലിക്കണ ഒരു ഏരിയയിലൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യവും ഇട്ട വല നമ്മൾ വലിച്ച് കയറ്റി കഴിഞ്ഞപ്പോഴും വലിയ സെറ്റപ്പൊന്നും ഉണ്ടായില്ല. നമ്മൾ പ്രതീക്ഷിച്ച അത്ര മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ ഇതിൻ്റെ 2ാം ഭാഗമായിട്ട് നമുക്ക് കാണാം. ടാറ്റാ.